കുരുക്ഷേത്രത്തിന്റെ ഒന്നാം ദിവസം ഭീഷ്മർ തീർത്ത മഹാവ്യൂഹം കണ്ടുകൊണ്ട് യുധിഷ്ഠിരൻ വിഷാദത്തിലായി തീർന്നു. ധാർതരാഷ്ട്രന്റെ വലിയ സൈന്യത്തിൽ പൊരുതുവാൻ നിൽക്കുമ്പോൾ കുന്തിപുത്രനായ യുധിഷ്ഠിരൻ വിഷാദകുലനായി. ഭീഷ്മർ തീർത്ത അഭേദ്യമായ വ്യൂഹം കണ്ടപ്പോൾ ഇത് എങ്ങനെ ഭേദിക്കുവാൻ കഴിയും, ഇതെങ്ങനെ സാധ്യമാകുമെന്ന് വിചാരിച്ച് വാടിത്തളർന്ന് യുധിഷ്ഠിരൻ അർജുനനോട് ആരാഞ്ഞു. അർജുന, നമ്മൾ പോരിൽ എങ്ങനെ പൊരുതുവാൻ കഴിയും ഇവരോട്? ഭീഷ്മർ യോദ്ധാവായിരിക്കെ ധാർതരാഷ്ട്രനെ എങ്ങനെ പൊരുതി നമ്മൾ ജയിക്കും? ഈ വ്യൂഹം അക്ഷോഭ്യവും അഭേദ്യവും ആകുന്നു. ഭീഷ്മൻ ശത്രുവിനാശകൻ ആകുന്നു. തേജസ്വിയായ അദ്ദേഹം ശാസ്ത്രം നോക്കി തന്നെയാണ് എല്ലാം ചെയ്യുന്നത്. സൈന്യത്തോടു കൂടി നമ്മൾ സംശയപ്പെട്ട് നിൽക്കുകയാണിപ്പോൾ. അർജുന, നമുക്കെങ്ങനെ ഈ വ്യൂഹത്തെ മറികടക്കാനാകും? എങ്ങനെ നമുക്ക് വിജയിക്കാൻ കഴിയും? ജ്യേഷ്ഠൻ ഇങ്ങനെ വിഷമിച്ചു നിൽക്കുന്നത് കണ്ട് അർജുനൻ യുധിഷ്ഠിരനോട് പറഞ്ഞു. രാജാവേ, ഭവാന്റെ ഈ പട ചെറുതാണെങ്കിലും പ്രയത്നത്താൽ ഗുണം കൂടിയവരാണ് ഇവിടെയുള്ളവർ. അതെന്താണെന്നുള്ള രഹസ്യം നാരദനും ഭീഷ്മർക്കും ദ്രോണർക്കും എല്ലാം അറിവുള്ളതാണ്. പണ്ട് ദേവാസുര മഹായുദ്ധത്തിൽ ദേവന്മാരോട് പിതാമഹൻ പറഞ്ഞ ഒരു സംഗതി ഞാൻ അങ്ങയോട് പറയാം. ബലവീര്യങ്ങൾ കൊണ്ട് മാത്രം ജയാർത്ഥികൾക്ക് ജയിക്കുവാൻ കഴിയില്ല. സത്യധർമ്മങ്ങൾ കൊണ്ടും ജയം നേടാൻ കഴിയും. ധർമ്മം, അർത്ഥം, ലോഭം ഇവ കണ്ട് ഉത്തമമായത് കൈക്കൊള്ളുക. നിരഹങ്കാരമായി പൊരുതുക. ധർമ്മം എവിടെയുണ്ടോ അവിടെ ജയമുണ്ടാകും. ആ വാക്കുകൾ ചിന്തിച്ചു നോക്കൂ. രാജാവേ, ഈ കാര്യം ഭവാൻ നല്ലതുപോലെ വിശ്വസിക്കുക. അതുകൊണ്ട് നമ്മൾക്ക് ഈ യുദ്ധത്തിൽ ജയമുണ്ടാകും. അപ്രകാരം തന്നെ നാരദനും പണ്ട് പറഞ്ഞിട്ടുണ്ട്. കൃഷ്ണനുള്ളതാണ് നമ്മുടെ കൂടെ, പിന്നെ അവിടെയാകുമല്ലോ ജയമുണ്ടാക്കുക എന്ന്. ജയം കൃഷ്ണൻ ഇരിക്കുന്നിടത്താകുന്നു. ഗുണവും വണക്കവും ഉള്ളിടത്താകുന്നു ജയം ഉണ്ടാകുന്നത്. അവയെല്ലാം മാധവൻ സ്ഥിതി ചെയ്യുന്ന നമ്മുടെ പക്ഷത്ത് ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ജയത്തെ ഓർത്ത് ഭയപ്പെടേണ്ട കാര്യമില്ല. അനന്തശക്തിയായ ഗോവിന്ദൻ ശത്രുക്കൂട്ടത്തിൽ വൃഥയില്ലാത്തവൻ ആകുന്നു. ശാശ്വതമായ പുരുഷനും ദേവനുമായ കൃഷ്ണൻ ഉള്ളിടത്തോളം കാലം നമുക്ക് ജയമുണ്ടാകും. സാക്ഷാൽ ഹരിയാകുന്നു കൃഷ്ണൻ. അതങ്ങയ്ക്ക് അറിവുള്ള കാര്യമാണല്ലോ. ആ മഹാത്മാവിൻ്റെ പ്രസാദത്തിൽ 3 പാരും ദേവേന്ദ്രൻ ദേവന്മാരോടുകൂടി നേടിയിട്ടുണ്ട്. അതങ്ങയ്ക്ക് അറിവുള്ളത് ആണല്ലോ. അത് ചിന്തിക്കുമ്പോൾ അങ്ങയ്ക്ക് എന്തിനിങ്ങനൊരു ആശയക്കുഴപ്പം? ശുഭം മാത്രം വിചാരിക്കുക. നമ്മൾ ഈ യുദ്ധത്തിൽ ജയിക്കുക തന്നെ ചെയ്യും എന്ന് യുധിഷ്ഠിരനെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നു അർജുനൻ.